ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ട് മരിക്കുമ്പോൾ സമീപത്തുള്ളവൻ എന്തിനാൽ വീഴും? ഉത്തരം: വാളിനാൽ. യെഹെസ്കേലിന്റെ പ്രവചനം 6-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം: എവിടെയാണ് വിലാപങ്ങളും സങ്കടങ്ങളും എഴുതിയിരുന്നത്? ഉത്തരം: പുസ്തകച്ചുരുളിൽ. യെഹെസ്കേലിന്റെ പ്രവചനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: എന്ത് ക്ഷൗരക്കത്തിയായി ഉപയോഗിക്കുവാനാണ് ദൈവം അരുളി ചെയ്തത്? ഉത്തരം: മൂർച്ചയുള്ള വാൾ. യെഹെസ്കേലിന്റെ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി വന്നവൻ അകത്ത് ചെന്ന് എന്തിൻ്റെ അരികിലാണ് നിന്നത്? ഉത്തരം: താമ്രയാഗപീഠത്തിൻ്റെ. യെഹെസ്കേലിന്റെ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: പ്രവചനം നടക്കുമ്പോൾ മരിച്ചുപോയ പെലത്യാവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം: ബെനയാവ്. യെഹെസ്കേലിന്റെ പ്രവചനം 11-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം: കാലം നീങ്ങിപ്പോകും, ദർശനമൊക്കെയും ഒക്കാതെ വരും എന്ന് ഏത് ദേശത്താണ് ഒരു പഴഞ്ചൊല്ലുള്ളത്? ഉത്തരം: ഇസ്രയേൽ ദേശത്ത്. യെഹെസ്കേലിന്റെ പ്രവചനം 12-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്നത് എന്താണ്? ഉത്തരം: മുന്തിരിവള്ളി. യെഹെസ്കേലിന്റെ പ്രവചനം 15-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും എന്ത് പ്രാപിക്കയില്ല? ഉത്തരം: ശക്തി. യെഹെസ്കേലിന്റെ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം: വലിയ ചിറകും നീണ്ട തൂവലുമുള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ കഴുകൻ എവിടെ നിന്നാണ് വന്നത്? ഉത്തരം: ലെബാനോനിൽ നിന്ന്. യെഹെസ്കേലിന്റെ പ്രവചനം 17-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: മരിക്കുന്നവന്റെ മരണത്തിൽ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തതിനാൽ ഇസ്രായേൽ ഗ്രഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഉത്തരം: മനം തിരിഞ്ഞ്. യെഹെസ്കേലിന്റെ പ്രവചനം 18-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് ഇസ്രായേൽ ഗ്രഹത്തെ കൊണ്ടുവരികയില്ല എന്ന് യഹോവ എങ്ങനെയാണ് സത്യം ചെയ്തത്? ഉത്തരം: കൈ ഉയർത്തി. യെഹെസ്കേലിന്റെ പ്രവചനം 20-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം: യഹോവ ഇസ്രായേൽ ഗ്രഹത്തെ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്? ഉത്തരം: സൗരഭ്യവാസനയായി. യെഹെസ്കേലിന്റെ പ്രവചനം 20-ാം അധ്യായം 41-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ആരാണ് ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും ആയിരുന്നത്? ഉത്തരം: ഇസ്രായേൽ ഗ്രഹം. യെഹെസ്കേലിന്റെ പ്രവചനം 22-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ തങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങുന്നവർ ആരാണ്? ഉത്തരം: ഇസ്രായേൽ ഗ്രഹം. യെഹെസ്കേലിന്റെ പ്രവചനം 24-ാം അധ്യായം 21-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: വെള്ളിയുടെ കിട്ടമായി കറയായി തീർന്നവർ ആരാണ്? ഉത്തരം: ഇസ്രായേൽ ഗ്രഹം. യെഹെസ്കേലിന്റെ പ്രവചനം 22-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: ജാതികളുടെ വാതിലായിരുന്നത് ആരാണ്? ഉത്തരം: യെരൂശലേം. യെഹെസ്കേലിന്റെ പ്രവചനം 26-ാം അധ്യായം 2-ാം വാക്യം.
അടുത്ത ചോദ്യം, സമുദ്രമധ്യേ നശിച്ചുപോയ നഗരം ഏതാണ്? ഉത്തരം സോർ. യഹസ്കേലിന്റെ പ്രവചനം 27 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം, അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ 40 സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും. ഏതിലെയാണ്? ഉത്തരം മിസ്രയീം ദേശത്തിലെ. യഹസ്കേലിന്റെ പ്രവചനം 29 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ആടുകൾ കവർച്ചയായി പോകുന്നതിനും കാട്ടിലെ സകല മൃഗത്തിനും ഇരയായിത്തീരുന്നതിനും കാരണമെന്ത്? ഉത്തരം ഇടയൻ ഇല്ലാത്തതിനാൽ. യഹസ്കേലിന്റെ പ്രവചനം 34 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഇസ്രായേൽ ഗ്രഹത്തിന്റെ അവകാശം ശൂന്യമായതിൽ സന്തോഷിച്ചത്? ഉത്തരം സെയീർ പർവ്വതം. യഹസ്കേലിന്റെ പ്രവചനം 35 അധ്യായം 7-15 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെ താടിയലിലാണ് യഹോവ ചൂണ്ടൽ കൊളുത്തുന്നത്? ഉത്തരം ഗോഗിന്റെ. യഹസ്കേലിന്റെ പ്രവചനം 38 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ യഹോവയുടെ ക്രോധം ആരുടെ മൂക്കിൽ ജ്വലിക്കും? ഉത്തരം യഹോവയുടെ, യഹോവയായ കർത്താവിൻ്റെ. യഹസ്കേലിന്റെ പ്രവചനം 38 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, ആരാണ് വിറകിന് പകരം 7 വർഷം ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കുന്നത്? ഉത്തരം ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ. യഹസ്കേലിന്റെ പ്രവചനം 39 അധ്യായം 9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും എങ്ങനെയാണ് കുറിക്കൊള്ളേണ്ടത്? ഉത്തരം നല്ലവണ്ണം. യഹസ്കേലിന്റെ പ്രവചനം 44 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം, 5 ശേക്കെൽ 5, 10 ശേക്കെൽ 10, അപ്പോൾ 50 ശേക്കെൽ എന്തായിരിക്കണം? ഉത്തരം ഒരു മാനെ. യഹസ്കേലിന്റെ പ്രവചനം 45 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ഞാൻ യഹസ്കേൽ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും എന്ത് നിൽക്കുന്നതാണ് കണ്ടത്? ഉത്തരം അനവധി വൃക്ഷം. യഹസ്കേലിന്റെ പ്രവചനം 47 അധ്യായം 7 വാക്യം. യഹസ്കേൽ പ്രവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.